എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അമ്മമാർക്കൊക്കെ മക്കളുടെയൊക്കെ കൊച്ചു കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് മിന്നി മൗസും മിക്കി മൗസൊക്കെ. അപ്പോൾ മിന്നി മൗസിൻ്റെ ബോ ആൻഡ് ഇയേഴ്സ് കേക്കാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. റെഡ് കളർ ഫോണ്ടൻ്റ് കുറച്ചെടുത്തിട്ട് ഒരു വലിയൊരു ബോളാണ് അത്, ഒരു ഓറഞ്ച് സൈസിലുള്ള ബോളെടുത്ത് നീളത്തിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയെടുക്കണം. 3 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളത്തിലുള്ള ഒരു റെക്റ്റാങ്കുലർ പീസാണ് വേണ്ടത്. ഇപ്പോൾ 12 ഇഞ്ച് നീളത്തിലുള്ള പീസിനെ ഞാൻ നേരെ രണ്ടാക്കി കട്ട് ചെയ്തു. അതിൻ്റെ ഒരു പീസിൻ്റെ എടുത്തിട്ട് ആ പീസിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ക്ലിം ഫിലിം ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അറ്റഭാഗം എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് ചുരുണ്ട് വരും. കുറച്ച് എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ വെള്ളം വെച്ച് അറ്റഭാഗം ഒട്ടിക്കണം. ക്ലിം ഫിലിം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളത് വെച്ചില്ലെങ്കിൽ നടുഭാഗം അങ്ങ് ഒട്ടിപ്പോയിട്ട് നമുക്ക് ബോയുടെ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ക്ലിം ഫിലിം വെക്കുന്നത്. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചാലും മതി. രണ്ടറ്റവും അതേപോലെ നടുഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അടുത്ത പീസ് ഇതേപോലെ തന്നെ നമുക്ക് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എഡിബിൾ ഗ്ലൂ ഒരു അറ്റത്ത് കുറച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ക്ലിം ഫിലിം നടുഭാഗത്ത് വെച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ പ്രസ് ചെയ്ത് നല്ല പ്രസ് ചെയ്യുമ്പോൾ അവിടെ അങ്ങ് ചുരുണ്ടായിട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യണം. അറ്റവും എല്ലാം നല്ലതുപോലെ ഷേപ്പ് ചെയ്യുക. ഞാൻ അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നടുഭാഗം കുറച്ചും കൂടി ഉള്ളിലോട്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കേർവ് ഷേപ്പ് കിട്ടും. ആ ബോയുടെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി വേറെ കുറച്ചൊരു റെഡ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് നീളത്തിൽ റെക്റ്റാങ്കുലർ ആയിട്ട് ഇതേപോലെ തന്നെ പരത്തിയെടുക്കണം. അതൊരു 6 ഇഞ്ച് നീളത്തിലൊക്കെയുള്ളൊരു പീസ് വേണം. 3 ഇഞ്ച് വീതി 6 ഇഞ്ച് നീളത്തിലുള്ള പീസാണ്, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ ആ പീസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഒരു പ്ലീറ്റ്സ് പോലെ ആക്കി വെക്കണം. അപ്പോൾ ഈ ബോയുടെ നടുക്കൊക്കെ ഒരു കെട്ട് പോലെ ഉണ്ടാവില്ല, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടയ്ക്കിയാൽ മതി. ഇതേപോലെ കിട്ടും അത്. അപ്പോൾ ആ ബോ രണ്ടും കൂടെ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോയുടെ 2 പീസ് ആദ്യം തന്നെ ഒന്ന് ഒട്ടിക്കണം. കുറച്ച് എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ വെള്ളമോ വെച്ച് ഒട്ടിക്കുക നല്ലതുപോലെ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ നടുക്കത്തെ കെട്ട്, ആ ബാൻഡ് പോലെയുള്ളത്, അതും കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. അതിനുശേഷം അതിൻ്റെ മറുവശത്തേക്ക് ആ ബാൻഡ് നമ്മളെ കെട്ടിൻ്റെ അറ്റഭാഗം മറുവശത്തേക്ക് ആക്കി വയ്ക്കണം. എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നല്ലതുപോലെ ഒട്ടിച്ചവിടെ വയ്ക്കണം. ഇനി കുറച്ച് വൈറ്റ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. ഇതേപോലെ നോസിലിൻ്റെ അറ്റഭാഗം വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കിയെടുക്കണം.
നമ്മൾ ഉണ്ടാക്കി വെച്ച ബോയുടെ മുകളിൽ കുറച്ച് ഗ്ലൂ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ വൈറ്റ് കളറുള്ള ഡോട്ട് അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു വയ്ക്കണം. എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും. അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഓൾ എന്നുള്ള ഒന്ന് ടിക്ക് ചെയ്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ബോ നല്ലതുപോലെ ഡ്രൈ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും അത് നല്ലതുപോലെ ഡ്രൈ ആവാനായിട്ട് വയ്ക്കണം. ചെറിയൊരു ബോൾ ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ എടുത്ത് നല്ലതുപോലെ പരത്തിയെടുത്തിട്ട് അതൊന്ന് 2.5 ഇഞ്ചിൻ്റെ കട്ടറാണ്. 2.5 ഇഞ്ചിൻ്റെ കട്ടർ വെച്ചിട്ട് 2 എണ്ണം കട്ട് ചെയ്ത് മാറ്റണം. റൗണ്ട് ഷേപ്പിലുള്ള ബ്ലാക്ക് ഫോണ്ടിൻ്റെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇയേഴ്സിനുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ടൂത്ത് പീക്കിൽ കുറച്ച് എഡിബിൾ ഗ്ലൂ ആദ്യം തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മളത് രണ്ടും കൂടെ കുറച്ച് കട്ടി ഉണ്ടാവണം ആ ബ്ലാക്ക് കളർ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ ടൂത്ത് പീക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കണം. ഇപ്പോൾ 2 പീസും അങ്ങനെ ഉണ്ടാക്കി മാറ്റി വെച്ചു. അതും നല്ലതുപോലെ ഡ്രൈ ആവണം. ഇതേപോലെ തന്നെ ഓവർനൈറ്റ് അതും വെക്കുക നല്ലതുപോലെ ഡ്രൈ ആവാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടിൻ്റെ എടുത്ത് പരത്തിയിട്ട് കുറച്ചും കൂടി വലിയ ഡോട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റണം. നോസിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഒരു കേക്ക് റെഡ് കളർ ഫോണ്ടിൻ്റെ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ആ വലിയ ഡോട്ട് വൈറ്റ് കളർ ഡോട്ട് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കണം. മിന്നി മൗസിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ വൈറ്റ് കളർ പോൾക്ക ഡോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത്. കേക്കിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ പോൾക്ക ഡോട്ട്സ് ആ വൈറ്റ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് ഒട്ടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി നല്ലതുപോലെ അത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പതിയെ ആ ക്ലീൻ ഫിലിം എടുത്ത് മാറ്റണം ബോയുടെ ഉള്ളിൽ നിന്ന്. ഇനി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ തേക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ബോയ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇയേഴ്സിൻ്റെ അതിനകത്തും കുറച്ച് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് അത് ഈ ബോയുടെ ബാക്കിലായിട്ട് ഒട്ടിച്ചു വയ്ക്കുക. ബോയുടെ ബാക്കിലും കുറച്ച് എഡിബിൾ ഗ്ലൂ തേക്കണം. അപ്പോഴാണ് നമ്മൾ ആ ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ വയ്ക്കുമ്പോൾ അത് ഒട്ടി അവിടെ നിന്നോളും. അപ്പോൾ ആ ബ്ലാക്ക് കളർ കുറച്ച് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം അത് ഒട്ടിച്ച് വെക്കാനായിട്ട്. അപ്പോഴാണ് ആ ചെവിയുടെ അത് കാണുകയുള്ളൂ. ഇനി വേറെ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് ഇതേപോലെ റോൾ ചെയ്തിടണം. റോൾ ചെയ്തിട്ട് അതിന് ഈക്വൽ സൈസായിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ തന്നെ റെഡ് കളറുള്ള ഫോണ്ടിനും ഇതേപോലെ ബോൾസ് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് കളറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
കേക്കിൻ്റെ അടിവശത്ത് ചുറ്റുമായിട്ട് എഡിബിൾ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലേ, വൈറ്റും റെഡും, അപ്പോൾ വൈറ്റ് വെച്ചിട്ട് പിന്നീട് റെഡ് വയ്ക്കുക. അങ്ങനെ മാറി മാറി ആ വൈറ്റും റെഡ് ബോൾസ് കേക്കിന് ചുറ്റുമായിട്ട് വെച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണം അടിവശം. അപ്പോൾ അമ്മമാർ മക്കളുടെ എല്ലാം ബർത്ത്ഡേ വരുമ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടറാണ് മിന്നി മൗസും മിക്കി മൗസും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കാർട്ടൂൺ. മിന്നി മൗസും മിക്കി മൗസും നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അമ്മമാരെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക്.